ത്രിയേക ദൈവത്തിന് എന്നും എന്നേക്കും എല്ലാ മഹത്വവും ഉണ്ടാകട്ടെ. ഈ പുതിയ യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങളെല്ലാവരെയും ഞാൻ യേശു കർത്താവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഒട്ടനവധി ക്രിസ്തീയ ചാനലുകളും സന്ദേശങ്ങളും നമുക്ക് ലഭ്യമാണ്. എന്നിട്ടും എന്തിനാണ് പുതിയൊരു ചാനൽ കൂടി ആരംഭിക്കുന്നത് എന്ന് നിങ്ങൾ ചിന്തിച്ചേക്കാം. വളരെ നാളുകളായി എൻ്റെ ഹൃദയത്തിലുള്ള ഒരു വലിയ ഭാരമാണ് ഞാൻ ഈ ചാനലിലൂടെ നിങ്ങളുമായിട്ട് പങ്കുവെക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. ആധുനിക കാലഘട്ടത്തിൽ നാം ജീവിക്കുമ്പോൾ ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ നാം കാണുകയും അറിയുകയും ചെയ്യുന്നുണ്ട്. സാങ്കേതികവിദ്യ വളരുന്നു, സഭകൾ വർദ്ധിക്കുന്നു, പ്രസംഗങ്ങളും പ്രസംഗകരും ധാരാളമുണ്ടാകുന്നു. എന്നാൽ സങ്കടകരമായൊരു കാര്യം, ആത്മീയ സത്യങ്ങൾ മങ്ങിപ്പോകുന്ന ഒരവസ്ഥയാണ് ലോകമെമ്പാടും കാണപ്പെടാനായിട്ട് സാധിക്കുന്നത്. ഒരു ദൈവ പൈതൽ എന്ന നിലയിൽ, ദൈവവചനത്തിൻ്റെ ഒരു ഗ്രഹവിചാരകൻ എന്ന നിലയിൽ ഈ കാലഘട്ടത്തിൽ നാം ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകേണ്ടത് എന്തിനാണ്? നമ്മുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം എന്തായിരിക്കണം? ഈ ചോദ്യങ്ങൾക്കുള്ള വ്യക്തമായ മറുപടിയും തിരുവചനത്തിൻ്റെ സത്യങ്ങളും ജനത്തെ അറിയിക്കുക എന്നതാണ് ഈ ചാനലിലൂടെ ഉള്ള എൻ്റെ പ്രധാന ലക്ഷ്യം. ദൈവം എൻ്റെ മനസ്സിൽ തന്നിരിക്കുന്ന 4 ലക്ഷ്യങ്ങളാണ് പ്രധാനമായും ഞാൻ ഈ ചാനലിലൂടെ നിങ്ങളുമായിട്ട് പങ്കുവെക്കുവാൻ കർത്താവിൽ ശരണപ്പെടുന്നത്. ഒന്നാമതായി, ദൈവവചനത്തിലേക്കുള്ള മടങ്ങിപ്പോക്ക്, അഥവാ റിട്ടേൺ ടു ദ ഹോളി സ്ക്രിപ്ചർ. ദൈവവചനത്തിലേക്ക്, തിരുവെഴുത്തിലേക്കുള്ള മടങ്ങിപ്പോക്ക്. ഇന്നത്തെ കാലഘട്ടത്തിൽ സഭയുടെ ഒരവസ്ഥയാണ്, നിർഭാഗ്യവശാൽ ഇന്ന് പല സുവിശേഷ വിഹിത സഭകൾ പോലും ഓരോ ദിവസം ചെല്ലുന്തോറും ദൈവവചനത്തിൽ നിന്ന് അകന്നകന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോസ്തലനായ പൗലോസ് തിമോത്തിയോസിന് തൻ്റെ മരണത്തിന് തൊട്ട് മുമ്പ് എഴുതിയ ആ അവസാന ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 3-4 വാക്യം ക്രൈസ്തവരായ എല്ലാവർക്കും തന്നെ വളരെ പരിചയമുള്ളൊരു വേദഭാഗമാണ്. ആ വാക്യങ്ങളിൽ ഇങ്ങനെയാണ് പരിശുദ്ധാത്മാവ് ആ അതിശ്രേഷ്ഠ അപ്പോസ്തലനിലൂടെ എഴുതിയിരിക്കുന്നത്: അവർ പത്യോപദേശം പൊറുക്കാതെ കർണരസമാകുമാറ് സ്വന്തം മോഹങ്ങൾക്കൊത്തവണ്ണം ഉപദേഷ്ടാക്കന്മാരെ പെരുക്കിയും സത്യത്തിന് നേരെ ചെവി തിരിച്ചു കളയുകയും കെട്ടുകഥ കേൾപ്പാൻ തിരിയുകയും ചെയ്യുന്ന കാലം വരും. 2000 വർഷം മുമ്പ് വരുമെന്നാണ് പറഞ്ഞത്. എന്നാൽ കഴിഞ്ഞ കാലഘട്ടങ്ങളിലേക്ക് നമ്മളൊന്ന് കണ്ണോടിച്ചാൽ നമ്മുടെ ഇടയിൽ അത് വന്നു കഴിഞ്ഞിരിക്കുന്നു. ഇന്ന് നാം കാണുന്നത് ജനങ്ങൾക്ക് കേൾക്കാൻ ഇഷ്ടമുള്ള കാര്യങ്ങൾ മാത്രം പറയുക, പാരമ്പര്യങ്ങൾക്കും വൈകാരികതകൾക്കും മാത്രം പ്രാധാന്യത നൽകുക. ഈ അങ്ങനെയുള്ള പ്രസംഗത്തിലേക്കും പ്രസംഗകരിലേക്കും സഭ മാറിക്കൊണ്ടിരിക്കുമ്പോൾ ദൈവവചനത്തിൻ്റെ പ്രാധാന്യത എന്താണ്? ആ പ്രാധാന്യതയെപ്പറ്റി ദൈവജനം മനസ്സിലാക്കുന്നില്ല. ആ വചനം മറന്നു പോകുന്ന ഈ തലമുറയെ ദൈവവചനത്തിലേക്ക് എങ്ങനെ തിരികെ കൊണ്ടുവരാം, അതിനെക്കുറിച്ച് അവരെ എങ്ങനെ ബോധവാന്മാരാക്കാം എന്നതാണ് ഈ ചാനലിലൂടെ വരുന്ന സന്ദേശങ്ങളിലൂടെ ഉള്ള എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യമെന്നുള്ളത്. ദൈവവചനമില്ലാത്ത ഒരു വിശ്വാസം തിരുവെഴുത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞാൽ വേരില്ലാത്ത ഒരു വൃക്ഷത്തിന് തുല്യമാണ്. ഈ ചാനലിലൂടെ നാളുകളിൽ ദൈവം അനുവദിക്കുന്ന പക്ഷം നിങ്ങൾ കേൾക്കാൻ പോകുന്ന സന്ദേശങ്ങൾ ഉറപ്പായും നിങ്ങളെ ദൈവത്തിങ്കിലേക്ക്, ദൈവവചനത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരും. ആ ദൈവവചനത്തിൻ്റെ അധികാരം എന്താണ്, അതിൻ്റെ ശക്തി എന്താണ്, അതുമാത്രമാണ് അബ്സല്യൂട്ട് ട്രൂത്ത് എന്നുള്ളത്. അത് മാത്രമാണ് ജനത്തെ, മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രാധാന്യമുള്ളത് എന്ന് ഈ വീഡിയോകളിലൂടെ ഞാൻ നിങ്ങളെ ബോധ്യപ്പെടുത്താൻ കർത്താവ് ശരണപ്പെടുന്നു. ഒന്നാമത്തെ പർപ്പസ് അതാണ്, ദൈവവചനത്തിലേക്ക് തിരികെ വരിക.
രണ്ടാമത്, ഈ വീഡിയോയിലൂടെ നാളുകളിൽ അപ്ലോഡ് ചെയ്ത് നിങ്ങൾ കേൾക്കാൻ പോകുന്ന ഈ ചാനലിലൂടെ നിങ്ങൾ കേൾക്കാൻ പോകുന്ന രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യമെന്നുള്ളത് വേഴ്സ് ബൈ വേഴ്സ് ആയിട്ടുള്ള ദൈവവചനത്തിൻ്റെ പഠനമായിരിക്കും. ദൈവവചനത്തിൻ്റെ ഒരു ക്ലിയർ എക്സ്പോസിഷൻ എന്ന് പൊതുവെ പറയാറുണ്ട്. ഒരു വാക്യമെടുത്താൽ അതിൻ്റെ അർത്ഥം വിശദീകരിച്ചു പറയുന്ന രീതിക്കാണ് എക്സ്പോസിഷൻ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. വചനം എങ്ങനെ പഠിക്കണമെന്നുള്ളതാണ് ഇന്നത്തെ ഈ ചാനലിലൂടെ ഉള്ള ആ രണ്ടാമത്തെ പർപ്പസ്. വേഴ്സ് ബൈ വേഴ്സ് എക്സ്പോസിഷനിലൂടെ വചനം എങ്ങനെ പഠിക്കണം. ഇന്നത്തെ കാലത്ത് പലരും വചനങ്ങളെ അവരുടെ ഇഷ്ടാനുസരണമാണ് വ്യാഖ്യാനിക്കുന്നത്. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ഭൂമിയിൽ വന്നപ്പോൾ ചോദിച്ച ഒരു ചോദ്യമുണ്ട്. ലൂക്കോസ് 10:25 ഇങ്ങനെ വായിക്കുന്നത്, ന്യായപ്രമാണത്തിൽ എന്തെഴുതിയിരിക്കുന്നു, നീ എങ്ങനെ വായിക്കുന്നു എന്ന്. ബൈബിളിൽ എന്തെഴുതിയിരിക്കുന്നു എന്നത് പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് അതെങ്ങനെ വായിക്കുന്നു എന്നുള്ളത്. എന്ന് പറഞ്ഞാൽ കോണ്ടെക്സ്റ്റ് ഇല്ലാതെ, ചരിത്ര പശ്ചാത്തലമില്ലാതെ ദൈവവചനത്തിലെ വാക്യങ്ങളെ വ്യാഖ്യാനിക്കുന്നത് വലിയ തെറ്റിദ്ധാരണകൾക്കും ആശയക്കുഴപ്പങ്ങൾക്കും ഒക്കെ കാരണമാകുന്നു. അതിനാൽ ബൈബിളിലെ ഓരോ വാക്യങ്ങളും വേഴ്സ് ബൈ വേഴ്സ്, ഓരോ വാക്യങ്ങളും അതിൻ്റെ യഥാർത്ഥ അർത്ഥത്തിൽ ദൈവസഭ പഠിക്കേണ്ടതുണ്ട്, മനസ്സിലാക്കേണ്ടതുണ്ട്. അതിന് യഥാർത്ഥ അർത്ഥത്തിൽ നാം കാര്യങ്ങൾ ഗ്രഹിച്ചാൽ മാത്രമേ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഏത് പർപ്പസിലാണ് ആ കാര്യങ്ങൾ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതെന്ന് മനസ്സിലാകത്തുള്ളൂ. അതിനായി അങ്ങനെയുള്ള ഈ വേഴ്സ് ബൈ വേഴ്സ് ആയിട്ടുള്ള പഠനം, പശ്ചാത്തലം മനസ്സിലാക്കിയുള്ള പഠനം, ഇതിനെ സാധാരണ വിളിക്കുന്ന ഒരു പേര് ഹിസ്റ്റോറിക്കൽ ഗ്രാമാറ്റിക്കൽ മെത്തേഡ് എന്നാണ്. എന്ന് പറഞ്ഞാൽ അതിൻ്റെ സിമ്പിളായിട്ട് പറഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാനായിട്ട് ഏറ്റവും ലളിതമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, വചനം എഴുതപ്പെട്ട കാലഘട്ടത്തിലെ ചരിത്രപരമായ പശ്ചാത്തലം നോക്കണം, കോണ്ടെക്സ്റ്റ് നോക്കണം. ഒരു ലേഖനമാണെങ്കിൽ അതിൻ്റെ കോണ്ടെക്സ്റ്റ് നോക്കണം, ഒരു വാക്യമാണെങ്കിൽ അതിൻ്റെ ഇമ്മീഡിയറ്റ് കോണ്ടെക്സ്റ്റ് നോക്കണം. എന്നിട്ട് എടുക്കുന്ന വാക്യത്തിൻ്റെ ഉള്ളടക്കം നോക്കണം. കണ്ടന്റ് എന്താണ്, ഓതർ എന്താണ് അതിലൂടെ അർത്ഥമാക്കുന്നതെന്ന് നോക്കണം. അതിൻ്റെ അർത്ഥം എന്താണെന്ന് വ്യക്തമായി മനസ്സിലാക്കണം. കോണ്ടെക്സ്റ്റ് നോക്കണം, കണ്ടന്റ് നോക്കണം, അതിൻ്റെ മീനിങ് നോക്കണം. കുറഞ്ഞ പക്ഷം ഈ 3 കാര്യങ്ങളെങ്കിലും നോക്കി വേണം ദൈവവചനം വ്യാഖ്യാനിക്കാൻ. ഇതിൻ്റെ പ്രാധാന്യം അപ്പോസ്തലനായ പൗലോസ് തിമോഥെയോസിന് എഴുതുന്ന രണ്ടാമത്തെ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 15-ാമത്തെ വാക്യത്തിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിച്ചുകൊണ്ട് ലജ്ജിപ്പാൻ സംഗതിയില്ലാത്ത വേലക്കാരനായി നിൽപ്പാൻ ശ്രമിക്കുക. ഇവിടെ ആ യഥാർത്ഥമായി പ്രസംഗിച്ചുകൊണ്ട്, ഇംഗ്ലീഷിൽ അല്പം കൂടെയും സിമ്പിളായിട്ട് മനസ്സിലാക്കുക, റൈറ്റ്ലി ഡിവൈഡിങ് ദ വേർഡ് ഓഫ് ട്രൂത്ത് എന്നാണ് വായിക്കുന്നത്. റൈറ്റ്ലി ഡിവൈഡിങ് അർത്ഥം, അവിടെ ഉപയോഗിച്ചിരിക്കുന്ന ആ ഗ്രീക്ക് പദത്തിൻ്റെ അർത്ഥം എന്നുള്ളത് കട്ട് ഇറ്റ് സ്ട്രെയിറ്റ്, നേരെ മുറിക്കുക എന്നാണ്. കട്ട് ഇറ്റ് സ്ട്രെയിറ്റ്, യഥാർത്ഥമായി വിഭജിക്കുക എന്നത്. ഈക്വലി ഡിവൈഡ് എന്നതിൻ്റെ ഒറിജിനൽ ഭാഷാന്തരത്തിൽ നേരെ മുറിക്കുക, കട്ടിങ് ഇറ്റ് സ്ട്രെയിറ്റ് എന്നാണ് ആ പദത്തിൻ്റെ അർത്ഥം. അത് ആ പദം പോൾ അവിടെ ഉപയോഗിക്കുന്ന ഒരു പ്രത്യേക കാര്യമുണ്ട്. കാര്യം ഒരു കൂടാരപ്പണിക്കാരനായിരുന്ന ഒരു ടെൻ മേക്കർ ആയിരുന്നല്ലോ പൗലോസ് എന്ന് പറയുന്ന ആ വലിയ മനുഷ്യൻ. തൻ്റെ തൊഴിലിൽ നിന്നുള്ള മനോഹരമായ ഒരു ചിത്രമാണ് ആ പദത്തിലൂടെ ഈ ലേഖനത്തിൽ ആ വാക്കെഴുതി നമ്മളെ മനസ്സിലാക്കാനായിട്ട് ആ അതിശ്രേഷ്ഠ അപ്പോസ്തലൻ ശ്രമിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ആ പദത്തിൻ്റെ ഒരു ചെറിയ കോണ്ടെക്സ്റ്റ് പറയാം. ഈ പുരാതന കാലത്ത് മൃഗങ്ങളുടെ തോലോ മൃഗരോമം കൊണ്ട് ഉള്ള കട്ടിയുള്ള തുണിയോ ഒക്കെ ഉപയോഗിച്ചാണ് ടെൻറ്റുകൾ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. ആ ടെൻറ്റിൻ്റെ വിവിധ ഭാഗങ്ങൾ കൂട്ടിച്ചേർത്ത് തുന്നുന്നതിന് മുമ്പ് ഈ തോല് കൃത്യമായ അളവിൽ വളവില്ലാതെ നേരെ മുറിച്ചെടുക്കേണ്ടത് ആവശ്യമായിരുന്നു. ആ അർത്ഥത്തിലാണ് കട്ടിങ് ഇറ്റ് സ്ട്രെയിറ്റ്, നേരെ വളവില്ലാതെ കൃത്യമായി മുറിച്ചെടുക്കേണ്ടത് ആവശ്യമാണ്. തോൽ ആ അളവ് തെറ്റിയാൽ എന്ത് സംഭവിക്കും?
തോല് മുറിക്കുന്നതിൽ ചെറിയ വളവോ അളവ് വ്യത്യാസമോ വന്നാൽ ഭാഗങ്ങൾ തമ്മിൽ കൃത്യമായി യോജിക്കില്ല. തുന്നിച്ചേർക്കുമ്പോൾ അവിടെ ചുളിവ് വീഴുകയോ വിടവ് വരികയോ ചെയ്യും. അങ്ങനെയുള്ള ഒരു ടെൻറ്റ് മഴ പെയ്യുമ്പം ചോർന്നൊലിക്കും. സൂര്യപ്രകാശം ടെൻറ്റിൻ്റെ അകത്ത് വേനൽക്കാലത്ത് വരും. ആ ടെൻറ്റ് തുന്നിച്ചേർക്കുമ്പോൾ ചുളിവ് വീഴുകയും മഴയത്തും കാറ്റത്തും അത് ചോർന്നൊലിക്കുകയും വെയില് അതിനെ ഭേദിച്ചകത്ത് വരികയൊക്കെ ചെയ്യുമ്പോൾ അധികം താമസിക്കാതെ ഈ ടെൻറ്റ് ഉപയോഗശൂന്യമായി പോകും. ഒരു ടെൻറ്റ് നിർമ്മിതാവ് തൻ്റെ അസംസ്കൃത വസ്തുക്കളെ എത്രയും ശ്രദ്ധയോടെയും സൂക്ഷ്മതയോടെയുമാണ് കൈകാര്യം ചെയ്യുന്നതെന്ന് നമുക്ക് ആ ഒരു ഇമേജറിയിൽ നിന്ന് മനസ്സിലാക്കാം. അങ്ങനെയാണെങ്കിൽ ആ പദമാണ് അപ്പോസ്തലൻ സത്യവചനത്തെ യഥാർത്ഥമായി വിഭജിച്ച് പ്രസംഗിക്കുക എന്നിടത്ത് പർട്ടിക്കുലറായിട്ട് ഉപയോഗിച്ചേക്കുന്നത്. ഈ നിത്യജീവൻ്റെ മൊഴികളടങ്ങിയ ദൈവശ്വാസീയമായ തിരുവെഴുത്തിനെ ഒരു ടെൻറ്റ് മേക്കർ എത്ര ഗൗരവമായിട്ട് തൻ്റെ ഒരു താൽക്കാലിക ടെൻറ്റ് നിർമ്മിക്കാൻ കെയർഫുള്ളായിട്ട് ആ തോല് കട്ട് ചെയ്യുന്നോ അതിനേക്കാൾ എത്രയോ ഗൗരവത്തോടെ എത്രയോ സൂക്ഷ്മതയോടെ ആയിരിക്കണം നിത്യജീവൻ്റെ മൊഴികൾ പറഞ്ഞു കൊടുക്കാൻ ദൈവത്താൽ അപ്പോയിൻ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന ശുശ്രൂഷകന്മാർ ദൈവവചനത്തെ വ്യാഖ്യാനിക്കേണ്ടത്. എത്ര ഗൗരവമായിട്ട് എത്ര ശ്രദ്ധയോടെ വേണം വ്യാഖ്യാനിക്കേണ്ടത് എന്ന് പറയാനായിട്ടാണ് ആ ഒരു ഉദാഹരണം പോൾ ആ ഒരു ഇമേജറിയിലൂടെ നമ്മളോട് പങ്കുവച്ചത് എന്ന് നമുക്ക് ന്യായമായിട്ടും ഗ്രഹിക്കാം എന്നത് വസ്തുതയാണ്. അതുകൊണ്ട് ദൈവവചനത്തെ ഒരു കലർപ്പുമില്ലാതെ അതിൻ്റെ പൂർണ്ണ അർത്ഥത്തിലും കൃത്യതയിലും ജനങ്ങളുടെ മുന്നിൽ എത്തിച്ചു കൊടുക്കുക എന്നതാണ്, അല്ലെങ്കിൽ സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിക്കുക, യഥാർത്ഥമായി വിഭജിച്ചു കൊടുക്കുക, കട്ടിങ് ഇറ്റ് സ്ട്രെയിറ്റ്, റൈറ്റ്ലി ഡിവൈഡിങ് ദ വേർഡ് ഓഫ് ട്രൂത്ത് എന്ന പർപ്പസാണ് ഈ ചാനലിലൂടെ എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു ഉദ്ദേശം എന്നുള്ളത്. അതുകൊണ്ട് സന്ദർഭത്തിൽ നിന്ന് അടർത്തിയെടുക്കുന്ന വാക്യങ്ങൾ കൊണ്ടുള്ള പ്രസംഗങ്ങൾക്ക് പകരം അത് കേട്ട് നമ്മൾ മടുത്തു, യാതൊരു ബന്ധവും തിരുവെഴുത്തുമായിട്ടില്ലാതെ മനുഷ്യൻ്റെ വൈകാരികത എങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്യാമെന്ന് പറഞ്ഞ് പ്രസംഗകരുടെ മത്സരമാണ് നമ്മുടെ ഇടയിൽ. എന്നാൽ അതിൽ നിന്ന് 100% വ്യത്യാസമായി സത്യവചനത്തിൻ്റെ അർത്ഥം പൊരുൾ തിരിച്ച് നിങ്ങൾക്ക് നൽകേണ്ടതിന് എത്യോപ്യയിലെ മന്ത്രി തന്നെ സ്നാനപ്പെടുത്താൻ വരുന്ന ഫിലിപ്പോസിനോട് പറഞ്ഞ പോലെ ഒരുവൻ പൊരുൾ തിരിച്ചു തരാഞ്ഞാൽ എങ്ങനെ ഇത് മനസ്സിലാക്കാനായിട്ട് കഴിയും? ഈ ചാനലിൻ്റെ രണ്ടാമത്തെ പർപ്പസ് പൊരുൾ തിരിച്ചുള്ള പഠനം, വേഴ്സ് ബൈ വേഴ്സ്, കോണ്ടെക്സ്റ്റ്, കണ്ടന്റ്, അതിൻ്റെ മീനിങ് എന്താണെന്ന് പറഞ്ഞു തരിക എന്നതാണ് രണ്ടാമതായിട്ട് ഉദ്ദേശിക്കുന്നത്. മൂന്നാമത് ഒരല്പം സഭാചരിത്രവും ഈ ഒരു പഠനത്തിൽ ഈ ഒരു ചാനലിലൂടെ നിങ്ങളോട് പങ്കുവയ്ക്കണം എന്നെൻ്റെ ഹൃദയത്തിൽ വളരെ താല്പര്യമുണ്ട്. എന്ന് പറഞ്ഞാൽ ക്രിസ്തീയ സഭാ ചരിത്രം നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ ഇന്ന് വിശ്വസിക്കുന്ന ക്രിസ്തീയ വിശ്വാസം ഒരു ദിവസം കൊണ്ട് ഉണ്ടായതല്ല. കഴിഞ്ഞ 2000 വർഷത്തെ ക്രിസ്തീയ സഭയുടെ ചരിത്രം എങ്ങനെയായിരുന്നു എന്ന് നാം അറിഞ്ഞിരിക്കണം. ആദ്യകാല സഭ എന്തായിരുന്നു, അവർക്കുണ്ടായ പീഡനങ്ങൾ എങ്ങനായിരുന്നു, അവരെങ്ങനെ അതിനെ നേരിട്ടു, സത്യവിശ്വാസം, ദൈവവചനത്തിൻ്റെ ആ സത്യവിശ്വാസം സഭ എങ്ങനെ സംരക്ഷിച്ചു, ഇത്യാദി കാര്യങ്ങൾ ഈ ചാനലിലൂടെ നിങ്ങളോട് പങ്കുവയ്ക്കണമെന്നാണ് ഞാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നത്. യൂദായുടെ ലേഖനത്തിലെ അതിശ്രേഷ്ഠകരമായ ഒരു വാക്യമുണ്ട്. 3-ാമത്തെ വാക്യത്തിൽ യൂദ എഴുതുന്നത് ഇങ്ങനെയാണ്: വിശുദ്ധന്മാർക്ക് ഒരിക്കലായി ഭരമേൽപ്പിച്ചിരിക്കുന്ന വിശ്വാസത്തിന് വേണ്ടി പോരാടുവാൻ പ്രബോധിപ്പിച്ചുകൊണ്ട് നിങ്ങൾക്ക് എഴുതുവാൻ ആവശ്യമെന്ന് എനിക്ക് തോന്നി. നമുക്ക് ലഭിച്ചിരിക്കുന്ന ഈ അതിവിശുദ്ധ വിശ്വാസം അതിനെ നമ്മൾ പ്രതിരോധിക്കണമെങ്കിൽ
ഇതൊരു ചരിത്ര സത്യമാണ് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. യൂദ പറയുന്ന ആ അതിവിശുദ്ധ വിശ്വാസം, ഈ നിങ്ങൾക്ക് ഒരിക്കലായി ഭരമേൽപ്പിച്ചിരിക്കുന്ന വിശ്വാസം എന്നുള്ളത് ഒബ്ജക്റ്റീവ് ട്രൂത്തായ എഴുതപ്പെട്ട തിരുവെഴുത്തിനെ പറ്റിയാണ് യൂദ ആ വാക്യത്തിനകത്തൂടെ പറയുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മുടെ കയ്യിൽ നമ്മുടെ കൈകളിലിരിക്കുന്ന ഈ വിശുദ്ധ ബൈബിൾ, അതെങ്ങനെയാണ് സംരക്ഷിക്കപ്പെട്ടത്, അതിൻ്റെ കാനോനൈസേഷൻ എങ്ങനെയാണ് നടന്നത്? ഒരു സിനഡ് കൂടിയിട്ട് സഭയിലെ ഒരു ബിഷപ്പുമാരുടെ ഒരു മീറ്റിംഗ് കൂടിയിട്ട് അവരെല്ലാവരുടെയും ഒരു ഏകീകൃത അഭിപ്രായത്തിൽ വരികയോ ഭൂരിപക്ഷം വോട്ടിടുകയും ചെയ്താണോ ഈ 66 പുസ്തകങ്ങൾ എന്ന ഈ മഹത് ഗ്രന്ഥം, ഈ ദൈവവചനം നമുക്ക് കിട്ടിയത്? അപ്പോസ്തലന്മാരെ എഴുതിയപ്പോൾ തന്നെ ഇത് തിരുവെഴുത്തായിരുന്നോ, അതോ പിന്നീട് സഭ ഇതിന് അധികാരം നൽകിയപ്പോഴാണോ തിരുവെഴുത്തായത്? ഇങ്ങനെയുള്ള കാര്യങ്ങളെ തുടർന്ന് ഈ ചാനലിലൂടെ നിങ്ങളോട് അറിയിക്കണമെന്ന് എൻ്റെ ഹൃദയത്തിൽ വളരെ ആഗ്രഹവും വലിയൊരു ഭാരവുമുണ്ട്. കാര്യം, നമ്മെ സംബന്ധിച്ചിടത്തോളം ഹിസ്റ്ററി ഓഫ് ക്രിസ്ത്യാനിറ്റിയെ പറ്റി ബഹുഭൂരിപക്ഷം ആളുകൾക്കും യാതൊരു വിധമായ ധാരണയില്ല. ഞാൻ ഇങ്ങനെ അങ്ങ് പറഞ്ഞാൽ, ഇത് ക്രിസ്തീയ സഭയുടെ വിശ്വാസം കേരളത്തിലോ തിരുവല്ലയിലോ അല്ലെങ്കിൽ ടെന്നസിയിലോ യൂറോപ്പിലോ റോമിലോ ഒന്നും അല്ല തുടങ്ങിയത് എന്ന് ചരിത്ര പശ്ചാത്തലത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങളോട് പറയാൻ എനിക്ക് ആഗ്രഹമുണ്ട്. അതാണ് ഈ ചാനലിൻ്റെ 3ാമത്തെ പർപ്പസ്. 4ാമത് വളരെ പ്രാധാന്യതയുള്ളൊരു കാര്യം, ദൈവവചനത്തിൻ്റെ അപ്രമാദിത്യം, അതിൻ്റെ പര്യാപ്തത, ദ ഇൻഫാലിബിലിറ്റി ഓഫ് ദ ഹോളി സ്ക്രിപ്ചർ ആൻഡ് ദ സഫിഷ്യൻസി ഓഫ് ദ ഹോളി സ്ക്രിപ്ചർ. ഈ കാര്യവും വരുന്ന ദിവസങ്ങളിൽ നിങ്ങളോട് പങ്കുവയ്ക്കണം എന്നാണ് ഞാൻ കർത്താവ് ശരണപ്പെടുന്നത്. ഒരിക്കലും തെറ്റുപറ്റാത്ത അഥവാ ഇൻഫാലിബിൾ ആയിട്ടുള്ള ഒരേ ഒരു അതോറിറ്റിയേ ഉള്ളൂ, അത് ദൈവവചനമാണ്. പോപ്പിന് തെറ്റാം, കൗൺസിലിന് തെറ്റാം, എക്സ് കത്തീഡ്ര ഇന്നലകളിൽ തിരുത്തിയിട്ടുണ്ട്, നാളുകളിൽ ഉറപ്പായിട്ടും തിരുത്തും, ക്രീഡ് മാറ്റിയിട്ടുണ്ട്, ക്രീഡിനോട് ആഡ് ചെയ്തിട്ടുണ്ട്. ഇതൊന്നും സഭ ഇൻഫാലിബിൾ അല്ല, കൗൺസിൽസ് ഇൻഫാലിബിൾ അല്ല, പോപ്പിൻ്റെ എക്സ് കത്തീഡ്ര ഇൻഫാലിബിൾ അല്ല. എഴുതപ്പെട്ട തിരുവെഴുത്ത് മാത്രമാണ് ഇൻഫാലിബിൾ എന്ന് ചരിത്ര പശ്ചാത്തലത്തിലൂടെ നിങ്ങളോട് നാളുകളിൽ ഈ ചാനലിലൂടെ സംസാരിക്കണമെന്നാണ് എൻ്റെ ഹൃദയത്തിലെ മറ്റൊരാഗ്രഹം. എന്ന് മാത്രമല്ല, ഈ ദൈവവചനം സഫിഷ്യൻ്റ് ആണ്. നമ്മുടെ ഒരിക്കലും തെറ്റുപറ്റത്തില്ല. എന്ന് മാത്രമല്ല, ഇത് സഫിഷ്യൻ്റ് ആണ്. സഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ നമ്മുടെ നിത്യജീവന് വേണ്ടതെല്ലാം ഇതിനകത്ത് വ്യക്തമായിട്ട് അടങ്ങിയിട്ടുണ്ട്. മനുഷ്യൻ്റെ ചിന്തകളോ ആദർശങ്ങളോ പാരമ്പര്യങ്ങളോ അല്ല, മറിച്ച് നമ്മുടെ ജീവന് വേണ്ടത്, നമ്മുടെ നിത്യജീവന് വേണ്ട സകല കാര്യങ്ങളും തിരുവചനത്തിൽ അടങ്ങിയിട്ടുണ്ട്. തിരുവചനം അതിന് പര്യാപ്തമാണ്. ഈ ഒരു സുപ്രധാന സത്യം വളരെ നിർബന്ധമായി കേൾവിക്കാർ മനസ്സിലാക്കേണ്ടത് കൊണ്ട് ഈ വിഷയം ഈ ചാനലിൽ വരുന്ന ഓരോ പ്രസംഗങ്ങളിലൂടെയും പഠനങ്ങളിലൂടെയും നിങ്ങളുടെ അടുക്കൽ എത്തിക്കും. അതിലടിസ്ഥാനപ്പെട്ടായിരിക്കും എല്ലാ സന്ദേശങ്ങളും. ദൈവവചനത്തിൻ്റെ ഇൻഫാലിബിലിറ്റി, ദൈവവചനത്തിൻ്റെ സഫിഷ്യൻസി നമ്മുടെ വിശ്വാസത്തിനും നമ്മുടെ ജീവിതത്തിനും നമ്മുടെ രക്ഷയ്ക്കും വേണ്ടതെല്ലാം ദൈവവചനത്തിൽ സമ്പൂർണമായും നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ഈ സത്യം നിങ്ങളുടെ ജീവിതത്തെ ഉറപ്പിക്കുക എന്നതാണ് ഈ ചാനലിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട ലക്ഷ്യം. പ്രിയ ദൈവമക്കളെ, അപ്പോസ്തലനായ പത്രോസ് തൻ്റെ 1-ാമത്തെ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 15-ാം വാക്യത്തിൽ വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം പറയുന്നുണ്ട്. ഒരു സുപ്രധാന കാര്യം പറയുന്നുണ്ട്. നിങ്ങളിലുള്ള പ്രത്യാശയെക്കുറിച്ച് ന്യായം ചോദിക്കുന്ന ഏവനോടും സൗമ്യതയും ഭയഭക്തിയും പൂണ്ട് ഉത്തരം പറയുവാൻ എപ്പോഴും ഒരുങ്ങിയിരിക്കണം. എങ്ങനെ ഒരുങ്ങിയിരിക്കാനായിട്ട് കഴിയും? കാര്യങ്ങളെ നന്നായിട്ട് ഗ്രഹിക്കുക, കാര്യങ്ങളെ നന്നായി മനസ്സിലാക്കുക. ഈ ആധുനിക കാലഘട്ടത്തിൽ വചനവിരുദ്ധമായ ആശയങ്ങളും ക്രിസ്തീയ ചരിത്രത്തെ വളച്ചൊടിക്കുന്ന പഠനങ്ങളും അനുദിനം വർദ്ധിച്ചു വരികയാണ്. ഇത്തരം കള്ള ഉപദേശങ്ങളിൽ പെട്ടുപോകാതെ സത്യവചനം തിരിച്ചറിയാനും
നിങ്ങളുടെ വിശ്വാസത്തെ ധൈര്യത്തോടെ പ്രതിരോധിക്കാനും നിങ്ങൾ പ്രാപ്തരാകേണ്ടതുണ്ട്. കേവലം ഒരു സന്ദേശം കേട്ട് തൽക്കാലം ആശ്വാസം നേടാനല്ല, മറിച്ച് ദൈവവചനത്തിൻ്റെ ഉറപ്പുള്ള അടിസ്ഥാനത്തിൽ നിങ്ങൾ ആത്മീകമായി കരുത്തുള്ളവരാക്കി മാറ്റുവാനും നിത്യതയ്ക്കായി ഒരുക്കുവാനുമാണ് ഈ ചാനലിൻ്റെ ഓൾ ടുഗദറായിട്ടുള്ള പർപ്പസ്. വരും ദിവസങ്ങളിൽ നമുക്ക് ഒരുമിച്ച് ദൈവവചനത്തിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാം. യാതൊരു കലർപ്പുമില്ലാതെ സഭാചരിത്രവും ദൈവവചന സത്യങ്ങളും നമുക്ക് പഠിക്കാം. ഈ പഠന പരമ്പരകൾ നിങ്ങളുടെ ആത്മീയ വളർച്ചയ്ക്ക് വലിയൊരനുഗ്രഹമായി മാറുമെന്ന് ഞാൻ കർത്താവിൽ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു. ഈ ചാനലിലൂടെ പങ്കുവയ്ക്കുന്ന ഓരോ സത്യങ്ങളും നിങ്ങൾക്ക് പ്രയോജനകരമാണെന്ന് തോന്നുന്നു എങ്കിൽ, അത് നിങ്ങൾക്ക് അനുഭവവശത്ത് മനസ്സിലാകുന്നുവെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. വചനത്തിൻ്റെ യഥാർത്ഥ അർത്ഥം അറിയാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്ക് ഈ സന്ദേശങ്ങൾ പങ്കുവയ്ക്കണം. സത്യവചനത്തിന് വേണ്ടിയുള്ള ഈ പുതിയ കാൽവെപ്പിൽ നിങ്ങളുടെ എല്ലാവരുടെയും ആത്മാർത്ഥമായ പ്രാർത്ഥനയും സഹകരണവും സ്നേഹത്തോടെ അഭ്യർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ നിർത്തുന്നു. ത്രിയേക ദൈവനാമം എന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ.